കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കുന്നംകുളത്ത് ഇരുനില കെട്ടിടം തകർന്നു വീണു. സസ്പെൻഷനു വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിക്കെത്തി. ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷ കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. അരിമ്പൂരിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആക്രമണം. ഇരുനിലകളിലുള്ള കെട്ടിടത്തിന്റെ പൂട്ട് തകർത്ത് കടന്നാണ് ആക്രമണം നടത്തിയത്. തലോരിൽ ലോറികൾ കൂട്ടിയിടിച്ച് കാൽനട യാത്രക്കാരിയായ സ്ത്രീ മരിച്ചു. തലോർ സ്വദേശിനി ടാലി തോമസ് ആണ് മരിച്ചത്. മകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ചിമ്മിനി ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നു വിട്ടു തുടങ്ങി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ശനിയാഴ്ച തുറക്കും. ശനിയാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കല്ലൂർ മാവിൻ ചുവട്ടിലുള്ള വൈഗ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പും ചേർന്ന് ഹോട്ടൽ അടപ്പിച്ചു. വാർത്തകളിലേക്ക് വിശദമായി. കൊടകര ടൗണിൽ കാലപ്പഴക്കം ചെന്ന ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ചു. ഒപ്പമുണ്ടായിരുന്ന 12 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. പശ്ചിമ ബംഗാൾ മാൾഡ ബൈഷ്ണബ് നഗർ സ്വദേശി 18 വയസ്സുള്ള റബിയൂർ ഇസ്ലാം, ബൈഷ്ണബ് നഗർ ദിയോനാപൂർ മന്നാൾ സ്വദേശി 22 വയസ്സുള്ള റബിയുൽ ഇസ്ലാം, മാൾഡ ജില്ലയിലെ സാബന്തപൂർ സ്വദേശി 31 വയസ്സുള്ള അബ്ദുൾ അലീം എന്നിവരാണ് മരിച്ചത്. പുലർച്ചെ 6 മണിയോടെയാണ് ദാരുണമായ സംഭവമുണ്ടായത്. കൊടകര ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപം റോഡിൽ നിന്ന് ഏതാനും മീറ്റർ ഉള്ളിലേക്ക് മാറിയുള്ള കെട്ടിടമാണ് മഴയിൽ തകർന്നു വീണത്. 15 അതിഥി തൊഴിലാളികളാണ് ഇതിൽ താമസിച്ചിരുന്നത്. രാവിലെ ജോലിക്ക് പോകാനായി ഇവർ തയ്യാറെടുക്കുന്നതിനിടെയാണ് ഇരുനില കെട്ടിടത്തിന്റെ മുകൾ ഭാഗം വലിയ ശബ്ദത്തോടെ തകർന്നു വീണത്. ശബ്ദം കേട്ട് 12 പേർ ഓടി രക്ഷപ്പെട്ടു. മുകൾ നിലയിലായിരുന്ന 3 പേർക്ക് രക്ഷപ്പെടാനായില്ല. ഇവർ താഴേക്ക് ഓടിയിറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ കെട്ടിടത്തിന്റെ മുൻവശത്തുള്ള കോൺക്രീറ്റ് മേൽക്കൂര ഇടിഞ്ഞു വീഴുകയായിരുന്നു. ഇതിനിടയിൽപ്പെട്ടവരാണ് മരിച്ച 3 സംഭവം നടന്നയുടനെ ഓടിക്കൂടിയ നാട്ടുകാരോട് രക്ഷപ്പെട്ട തൊഴിലാളികളാണ് കെട്ടിടത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെക്കുറിച്ച് പറഞ്ഞത്. കൊടകര പോലീസും പുതുക്കാട്, ചാലക്കുടി എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 3.5 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ 3 പുറത്തെടുത്തത്. കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും 3 ജീവൻ രക്ഷിക്കാനായില്ല. KK രാമചന്ദ്രൻ MLA, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് തുടങ്ങിയവർ അപകട സ്ഥലത്തെത്തി. ചാലക്കുടി DVSP PC ബിജുകുമാർ അടക്കമുള്ള ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും കൊടകര, ചാലക്കുടി, വെള്ളിക്കുളങ്ങര, പുതുക്കാട്, മാള സ്റ്റേഷനുകളിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും എത്തി. ദുരന്തത്തിൽ മരിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുമെന്ന് കളക്ടർ പറഞ്ഞു. TCV ന്യൂസ്, കൊടകര. കെട്ടിടത്തിൽ താമസിച്ചിരുന്ന അതിഥി തൊഴിലാളികളിൽ നിരവധി പേർ നാട്ടിലേക്ക് പോയതിനാൽ ദുരന്തത്തിന്റെ വ്യാപ്തി കുറഞ്ഞു. പഴയ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകുന്ന മാനദണ്ഡം ഇതോടെ ചർച്ചയാവുകയാണ്. जिस टाइम थोड़ा थोड़ा इधर से टूटना शुरू किया, उस टाइम वो 5 आदमी पीछे सीढ़ी है, वो सीढ़ी से भागा. और जो 3 आदमी ख़त्म हो गया, वो 3 आदमी आगे से एक सीढ़ी था, उस सीढ़ी से भागने की कोशिश किया, वो 3 आदमी ख़त्म हुआ. इधर टूटता है ना, और उसको मालूम नहीं पड़ता किधर से किधर जाएगा, किधर से भागने के फ़ायदा है, उसको मालूम नहीं है. इधर घुस गया 3 आदमी, वो 3 आदमी ख़त्म. जो 5 आदमी पीछे से भागा, वो 5 आदमी, और उधर का 4 आदमी पीछे आदमी, वो सही है. കൊടകരയിലെ കെട്ടിടത്തിൽ നിന്ന് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട ഇതിലെ താമസക്കാരനായിരുന്ന ഇർഷാദ് അലിയുടെ വാക്കുകളാണ് നമ്മൾ കേട്ടത്. സംസ്ഥാനത്ത് ഇതുപോലെ 10,000 കണക്കിന് പഴയ കെട്ടിടങ്ങളുണ്ട്. ഭൂരിഭാഗം കെട്ടിടങ്ങളിലും താമസക്കാരുണ്ട്. അതിലേറെയും വാടകക്കാരാണ് താമസിക്കുന്നത്. ഈ കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ പഴയ കെട്ടിടങ്ങളുടെ എല്ലാം തൽസ്ഥിതി ഒന്ന് പുനർവിചിന്തനം ചെയ്യേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ജില്ലയിൽ തന്നെ അപകടാവസ്ഥയിലുള്ള ആയിരക്കണക്കിന് കെട്ടിടങ്ങളാണുള്ളത്. ഇതിൽ തന്നെ താമസയോഗ്യമല്ലാത്ത കെട്ടിടങ്ങൾ നിരവധിയാണ്. അപകടം മുന്നിൽ കണ്ടും ഇത്തരം കെട്ടിടങ്ങളിൽ കഴിയുന്നവരെ മാറ്റിപ്പാർപ്പിക്കാൻ അധികൃതർക്കുമാകുന്നില്ല. പലർക്കും മാറി താമസിക്കാൻ മറ്റ് വാസസ്ഥലങ്ങളില്ല. കൊടകരയിലെ അപകടത്തിന്റെ വ്യാപ്തി കുറഞ്ഞത് നിരവധി പേർ നാട്ടിൽ പോയതിനാലാണ്. ഞാൻ ഇത് കെട്ടിടത്തിൻ്റെ മുൻപിൽ തന്നെ സ്റ്റുഡിയോ നടത്തുന്ന ആളാണ്. അപ്പോൾ ഇവിടെ കുറേ പേരുണ്ടായിരുന്നു. ഇതിനു മുൻപ് ഇതായിട്ട് എല്ലാവരും കുറേ ബംഗാളിലേക്ക് പോയിട്ടുണ്ടായി, തിരിച്ചു വന്നിട്ടില്ല. അതുകൊണ്ട് കുറച്ച് പേരൊക്കെ രക്ഷപ്പെട്ടു. പിന്നെ ഈ കെട്ടിടം എന്ന് പറഞ്ഞാൽ കുറേ പഴക്കമുള്ള ബിൽഡിംഗ് ആണെന്നാണ് എല്ലാവരും പറയുന്നത്. ചോർച്ചയൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞു. പഴയ കെട്ടിടങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവരും നിരവധിയാണ്. കുറഞ്ഞ വാടകയ്ക്ക് താമസിക്കാമെന്നതാണ് ഇത്തരം കെട്ടിടങ്ങൾ തിരഞ്ഞെടുക്കാൻ കാരണം. താമസ സ്ഥലങ്ങൾ മാത്രമല്ല,
ഇത്തരം കെട്ടിടങ്ങളിൽ നിരവധി വ്യാപാര സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ട്. കൊടകര അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ കെട്ടിടങ്ങളുടെ ഫിറ്റ്നസ് സംബന്ധിച്ച് ഒരു പുതിയ നയം തന്നെ രൂപീകരിക്കേണ്ടിയിരിക്കുന്നു. എത്ര പഴക്കമുള്ള കെട്ടിടമാണെങ്കിലും താമസയോഗ്യമാണെങ്കിൽ അല്ലെങ്കിൽ ആ കെട്ടിടം ബലമുള്ളതാണെങ്കിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നൽകാം എന്നുള്ളതായിരുന്നു ഇത്ര നാളും സ്വീകരിച്ച് പോന്നിരുന്ന നിലപാട്. എന്തായാലും പുതിയ നയം രൂപീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. കൊടകരയിൽ നിന്നും TCVക്ക് വേണ്ടി ക്യാമറമാൻ ആഷിഖിനോടൊപ്പം മുകേഷ് ലാൽ. ഇടിഞ്ഞുവീണ കെട്ടിടത്തിനടുത്തെത്താൻ വഴിയില്ലാതിരുന്നത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി. കൊടകരയിൽ ഇടിഞ്ഞു വീണ കെട്ടിടത്തിനടുത്തേക്കെത്താൻ വീതിയുള്ള വഴിയില്ലാതിരുന്നത് അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവരെ പുറത്തെടുക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമായി. റോഡരികിലെ വ്യാപാര സ്ഥാപനങ്ങൾക്ക് പുറകിലുള്ള ഈ കെട്ടിടത്തിലേക്ക് ഇടുങ്ങിയ ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. നിലവിലെ വാഹനങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുമായിരുന്നില്ല. മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുവന്ന് സമീപത്തെ മതിൽ പൊളിച്ച് വഴിയുണ്ടാക്കിയ ശേഷമാണ് കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടവർക്കായി തിരച്ചിൽ നടത്താൻ കഴിഞ്ഞത്. 2 മണിക്കൂർ നേരത്തെ പ്രയത്നത്തിനൊടുവിലാണ് 2 പേരെ പുറത്തെടുത്തത്. പുറത്തെടുക്കുമ്പോൾ ഇവരിൽ ഒരാൾക്ക് ജീവനുണ്ടായിരുന്നു. ഉടൻ ആശുപത്രിയിലെത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 3.5 മണിക്കൂറിന് ശേഷമാണ് മൂന്നാമത്തെയാളെ പുറത്തെടുത്തത്. ഇതിനകം ഇയാളും മരണപ്പെട്ടിരുന്നു. TCV ന്യൂസ്, കൊടകര. കൊടകരയിൽ 3 അതിഥി തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ സംഭവത്തിന് പ്രധാന കാരണം കെട്ടിടത്തിന്റെ കാലപ്പഴക്കമാണെന്ന് വിലയിരുത്തൽ. 80 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് കെട്ടിടം. വെട്ടുകല്ലുകൊണ്ട് നിർമ്മിച്ച ഇരുനില കെട്ടിടത്തിന്റെ മുൻവശത്ത് കുറച്ചു ഭാഗം കോൺക്രീറ്റ് മേൽക്കൂരയുള്ളതായിരുന്നു. ഈ കോൺക്രീറ്റ് മേൽക്കൂരയാണ് തകർന്നു വീണത്. കൊടകര മനക്കുളങ്ങര സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരുടെ പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി K. രാജൻ. കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടമിടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിച്ച സാഹചര്യത്തിലാണ് നടപടി. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കൊടകരയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ജീവൻ നഷ്ടമായതിൽ അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ BJP പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മാർച്ച് നടത്തി. പട്ടികജാതി മോർച്ച സംസ്ഥാന പ്രസിഡന്റ് ഷാജുമോൻ വട്ടേക്കാട് ഉദ്ഘാടനം ചെയ്തു. നോർത്ത് ഏരിയ പ്രസിഡന്റ് KV ബാബു അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് TV പ്രജിത്ത്, BJP ഏരിയ ജനറൽ സെക്രട്ടറി OB ഷിബിൻ, വിപിൻ വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടകര ടൗണിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 അതിഥി തൊഴിലാളികൾ മരിക്കാൻ കാരണം പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥയാണെന്ന് ആരോപിച്ച് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, പ്രനില ഗിരീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടകരയിൽ അതിഥി തൊഴിലാളികൾ താമസിച്ച കെട്ടിടം തകർന്നു വീണ് 3 പേർ മരിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ അന്വേഷണം നടത്തും. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന മറ്റ് കെട്ടിടങ്ങളും സുരക്ഷിതമല്ലാത്ത ലേബർ ക്യാമ്പുകളും പോലീസ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, തൊഴിൽ വകുപ്പ് എന്നിവർ സംയുക്ത പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. കുന്നംകുളം വടക്കാഞ്ചേരി റോഡിൽ ഇരുനില കെട്ടിടം തകർന്നു വീണു. മുൻവശം തകർന്ന കെട്ടിടം റോഡിലേക്ക് വീഴുകയായിരുന്നു. ഈ സമയത്ത് റോഡിൽ ആളുകളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തമൊഴിവായി. വർഷങ്ങൾ പഴക്കമുള്ള കാലപ്പഴക്കം ചെന്ന ഓടിട്ട കെട്ടിടമാണ് തകർന്നു വീണത്. കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനം നടത്തി. സസ്പെൻഷനു വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിക്കെത്തിയത് തടയാൻ ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷ കൗൺസിലർമാരുടെ കുത്തിയിരിപ്പ് സമരം. AE ഷബാലയെ ഓഫീസിലേക്ക് കടത്താതെ പകൽ മുഴുവൻ ചെയർമാനും വൈസ് ചെയർപേഴ്സണും ഉൾപ്പെടെ 28 കൗൺസിലർമാരും പ്രതിരോധിച്ചു. പൊതുമരാമത്ത് ഓഫീസിൽ മറ്റു ജീവനക്കാരോടൊപ്പം കഴിച്ചുകൂട്ടിയ AE പ്രവൃത്തി സമയത്തിന് ശേഷം തിരിച്ചു പോകുമ്പോൾ പിന്നാലെ മുദ്രാവാക്യം വിളികളുമായി വനിതാ കൗൺസിലർമാരും പിന്തുടർന്നു. AEയുടെ ഓഫീസ് പൂട്ടി സീൽ ചെയ്ത് താക്കോൽ മുനിസിപ്പൽ സൂപ്രണ്ട് കൈവശം വെച്ചു. 2 ദിവസം മുൻപാണ് അസിസ്റ്റന്റ് എഞ്ചിനീയർക്കെതിരെ നടപടിക്ക് ശുപാർശ ചെയ്യാൻ നഗരസഭാ കൗൺസിൽ ചേർന്നത്. സസ്പെൻഷന് പുറമെ ഇവർക്കെതിരെ വിജിലൻസ് കേസിനും കൗൺസിൽ ശുപാർശ ചെയ്തു. എന്നാൽ പ്രതിപക്ഷം തീരുമാനത്തെ എതിർത്തു. വെള്ളിയാഴ്ച രാവിലെ ജോലിക്കെത്തിയ AEയെ മുറിയിലേക്ക് കടക്കാൻ വനിതാ കൗൺസിലർമാർ സമ്മതിച്ചില്ല. ഉദ്യോഗസ്ഥർ അറിയിച്ചതിനെ തുടർന്ന് ചാലക്കുടി പോലീസും സ്ഥലത്തെത്തി. ഇതിനിടെ മുനിസിപ്പൽ എഞ്ചിനീയർ AEയുമായി സംസാരിച്ച് അവധിയിൽ പോകാൻ നിർദ്ദേശിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. ഇതോടെയാണ് പ്രതിഷേധം ഓഫീസ് സമയം അവസാനിക്കും വരെ നീണ്ടത്.
വലിയ സാമ്പത്തിക നഷ്ടമാണ് AE നഗരസഭയ്ക്ക് വരുത്തിവെച്ചതെന്ന് ചെയർമാൻ ഷിബു വാലപ്പൻ പറഞ്ഞു. ഇവർ ഈ നഗരസഭാ ഓഫീസിൽ വന്നതിന് ശേഷം ചെയ്തിട്ടുള്ള ഗുരുതരമായ ഇവരുടെ കൃത്യനിർവഹണത്തിലെ പിഴവുകൾ വിജിലൻസ് അന്വേഷിക്കണമെന്നും സർക്കാരിനോട് ശുപാർശ ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഇവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്തുന്ന ഓഫീസിൽ ഇവരെ കയറ്റാതെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തിയത് ബന്ധപ്പെട്ട രേഖകൾ ഇനിയും ഇവിടെ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ്. തീർച്ചയായിട്ടും ഇനിയും ഇവരിവിടെ തുടരുന്നതിന് ശക്തമായ രീതിയിൽ തന്നെ ഏതൊക്കെ രീതിയിൽ ഇതിൻ്റെ നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമോ ആ രീതിയിലൊക്കെ തന്നെ നമ്മൾ മുന്നോട്ട് പോയി ഇവരെത്രയും വേഗം ബന്ധപ്പെട്ട നടപടികളിലേക്ക് നീങ്ങുന്നതിന് തീർച്ചയായിട്ടും ഞങ്ങൾ ശ്രമിക്കും എന്ന് ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. പ്രവൃത്തികൾ അംഗീകാരം നൽകാതെ പിടിച്ചുവെച്ചതടക്കമുള്ള കൃത്യവിലോപമാണ് ഉദ്യോഗസ്ഥ ചെയ്തത്. ഇവരെ ഇനി ചാലക്കുടി നഗരസഭയിൽ ജോലി ചെയ്യാൻ അനുവദിക്കില്ലെന്നും ചെയർമാൻ പറഞ്ഞു. എന്നാൽ അഴിമതിക്ക് കൂട്ടുനിൽക്കാത്തതാണ് ഭരണപക്ഷത്തെ ചൊടിപ്പിച്ചതെന്ന് പ്രതിപക്ഷ കൗൺസിലർ VJ ജോജി ആരോപിച്ചു. ഏറ്റവും നാണിപ്പിക്കുന്ന രീതിയിൽ ചാലക്കുടി നഗരസഭയുടെ ചെയർമാനും വൈസ് ചെയർമാനും അടക്കം 28 കൗൺസിലർമാർ ഒരു ചെറിയൊരു ഉദ്യോഗസ്ഥ നഗരസഭയെ സംബന്ധിച്ചുകൊണ്ടാണെങ്കിൽ ഇവിടുത്തെ ഏറ്റവും വലിയ ഉദ്യോഗസ്ഥൻ മുനിസിപ്പൽ സെക്രട്ടറിയാണ്. അതിന് താഴെ മുനിസിപ്പൽ എഞ്ചിനീയർ ഉണ്ട്. അതിന് താഴെയുള്ള ഒരു AEയുടെ മുന്നിൽ വന്ന് സമരം ചെയ്യാന്നുള്ള ഏറ്റവും നികൃഷ്ടമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും തരം താന്ന ഒരു സമരമാണ് ഇന്ന് കണ്ടത്. ഇവർ ഇതുപോലെ ചെയ്ത പ്രവൃത്തികളെല്ലാം ഓരോന്നോരോന്നായി നഗരസഭയ്ക്ക് ദോഷകരമാണെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ട് ഇവർ നടപടിയെടുത്തില്ല? ചില വിട്ടുവീഴ്ച ചെയ്യുന്ന കാര്യങ്ങൾ അവർ വിട്ടുവീഴ്ച ചെയ്തില്ല. അതിൻ്റെ പ്രധാന കാര്യം ഇവിടെ മുൻ ചെയർമാനടക്കം പ്രഷർ കൊടുത്തിട്ട് ചെയ്യാത്തതിൻ്റെ പേരിൽ അഴിമതിക്ക് കൂട്ടുവെക്കാത്തതിൻ്റെ പേരിലാണ് ഇന്ന് ആ ഉദ്യോഗസ്ഥനെ ഇന്ന് പോച്ചു കാണിക്കാനുള്ള ശ്രമം നടത്തുന്നത്. TCV ന്യൂസ് ചാലക്കുടി. അരിമ്പൂരിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആക്രമണം. DYFIയുടെ ഓഫീസ് അടക്കം പ്രവർത്തിക്കുന്ന ഇരുനിലകളിലുള്ള കെട്ടിടത്തിന്റെ പൂട്ട് തകർത്ത് അകത്ത് കടന്നാണ് ആക്രമണം നടത്തിയത്. അരിമ്പൂർ ഗോപി മാച്ച് വർക്കിന് സമീപമുള്ള CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ വ്യാഴാഴ്ച രാത്രിയാണ് അതിക്രമം നടന്നത്. താഴത്തെ നിലയിലുള്ള CPM ഓഫീസിലുണ്ടായിരുന്ന രേഖകളും കൊടികളും നശിപ്പിക്കാൻ ശ്രമം നടന്നിട്ടുണ്ട്. രജിസ്റ്റർ പുസ്തകം നശിപ്പിച്ചു. എല്ലാ സാധനങ്ങളും വലിച്ചുവാരി എറിഞ്ഞ നിലയിലാണ്. വ്യാഴാഴ്ച രാത്രി 10:30 വരെ ഓഫീസിൽ ആളുകൾ ഉണ്ടായിരുന്നു. വിവരമറിഞ്ഞ് CPM അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഗോപിദാസൻ മാസ്റ്റർ, കുന്നത്തങ്ങാടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി K രാഗേഷ് തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്ഥലത്തെത്തി. CPMന്റെ അരിമ്പൂർ ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ഇന്നലെ രാത്രി ആരോ കടന്നു കയറിയിരിക്കുന്നു. ഓഫീസിനകത്തുള്ള രജിസ്റ്ററുകൾ മുഴുവൻ വലിച്ച് കീറിയിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ DYFIയുടെ മുകളിലത്തെ നിലയിലുള്ള ഓഫീസിൽ കയറി അവിടെയുള്ള ലൈബ്രറി പുസ്തകങ്ങൾ മുഴുവൻ അങ്ങേ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞിരിക്കുന്നു. റെഡ് വളണ്ടിയർമാരുടെ യൂണിഫോമുകൾ അടുക്കി വെച്ചിരുന്നതെല്ലാം ഛിന്നഭിന്നമാക്കുകയും അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്തിരിക്കുകയാണ്. കൊടികളും തുടങ്ങിയിട്ടുള്ള ഓഫീസ് രേഖകൾ, പുസ്തകങ്ങൾ തുടങ്ങിയ എല്ലാം തന്നെ നശിപ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അർദ്ധരാത്രിയിൽ ആരോ കയറി വന്നിട്ട് ഈ അതിക്രമം കാണിച്ചിരിക്കുന്നത്. ഇതിനെ മാതൃകാപരമായിട്ട് ഇവരെ ശിക്ഷിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു. CPM ഭാരവാഹികൾ അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കുന്നത്തങ്ങാടി, നാലാങ്കല്ല്, അരിമ്പൂർ എന്നിവിടങ്ങളിലായി വ്യാഴാഴ്ച രാത്രിയിൽ തട്ടുകടകളടക്കം 4 കടകളിൽ ആക്രമണം നടത്തി സാധന സാമഗ്രികൾ വലിച്ചെറിഞ്ഞ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട്. TCV തൃശൂർ. കൂടുതൽ വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. ചിലതൊന്നും ചിലർക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വീണ്ടും വാർത്തകളിലേക്ക്. തലോറിൽ ലോറികൾ കൂട്ടിയിടിച്ച് വഴിയാത്രക്കാരിയായ സ്ത്രീ മരിച്ചു. തലോർ സ്വദേശി അരിക്കാടൻ വീട്ടിൽ ജോസിയുടെ ഭാര്യ 43 വയസ്സുള്ള ടാലി തോമസ് ആണ് മരിച്ചത്. ടാലിയുടെ മകൾ അന്നയ്ക്കും ലോറി ഡ്രൈവർമാർക്കും പരിക്കേറ്റു. ടാലിയും മകളും നടന്നു പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത്. കുറുക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ടാലിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ലോറിയിൽ കുടുങ്ങിയ ഡ്രൈവറെ ക്യാബിൻ വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. തൈക്കാട്ടുശ്ശേരി ഭാഗത്തുനിന്ന് സംസ്ഥാന പാതയിലേക്ക് തിരിഞ്ഞ ലോറിയിൽ തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ചരക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ഒരു ലോറി വഴിയാത്രക്കാരിയായ ടാലിയെയും മകളെയും ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ സമീപത്തെ കടയിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്.
പഴമ്പാലക്കോട് കൂട്ടുപാതയിൽ വാഹനങ്ങൾ കൂട്ടിയിടിച്ചു. മിനി ലോറി നിയന്ത്രണം വിട്ട് സമീപത്ത് നിർത്തിയിട്ടിരുന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. ലോറി ഇടിച്ചു തെറിപ്പിച്ച കാറ് അതുവഴി പോവുകയായിരുന്ന ബസ്സിന് പിന്നിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ 4 ഷട്ടറിന്റെയും 10 സെന്റിമീറ്റർ വീതമാണ് ഉയർത്തിയിരിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഇരുകരകളിലും താമസിക്കുന്ന ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു. കനത്ത മഴയെ തുടർന്ന് നിലവിൽ ഭാരതപ്പുഴ ഇരുകരകളും നിറഞ്ഞാണ് ഒഴുകുന്നത്. ഡാമിലെ വെള്ളം കൂടി എത്തുന്നതോടെ പുഴ കരകവിയാനും സാധ്യതയുണ്ട്. ചിമ്മിനി ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിട്ടു തുടങ്ങി. ഡാമിലെ ജലവിധാനം ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി സെക്കൻഡിൽ 5 ഘനമീറ്റർ വെള്ളമാണ് തുറന്നുവിട്ടത്. ശനിയാഴ്ച രാവിലെ മുതൽ വീണ്ടും 5 ഘനമീറ്റർ വെള്ളവും കൂടുതലായ ഡാമിന്റെ സ്ലൂയിസ് വാൽവ് വഴി കുറുമാലി പുഴയിലേക്ക് തുറന്നുവിടും. 76.4 മീറ്റർ ജലസംഭരണ ശേഷിയുള്ള ഡാമിൽ വെള്ളിയാഴ്ച 71.54 മീറ്ററാണ് ജലനിരപ്പ്. നിലവിൽ വൈദ്യുതി ഉൽപ്പാദനത്തിനായി KSEBയുടെ സ്ലൂയിസ് വാൽവിലൂടെയും ജലസേചന വകുപ്പിന്റെ സ്ലൂയിസ് വാൽവിലൂടെയുമായി സെക്കൻഡിൽ 12.72 ഘനമീറ്റർ വെള്ളം തുറന്നുവിടുന്നുണ്ട്. ഇത് ശനിയാഴ്ചയോടെ സെക്കൻഡിൽ 22.72 ഘനമീറ്ററായി ഉയരും. ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിടുന്നതോടെ കുറുമാലി പുഴയിൽ 20 സെന്റിമീറ്റർ വരെ ജലനിരപ്പ് ഉയരാമെന്നും പരിസരവാസികൾ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ശനിയാഴ്ച തുറക്കും. മൊത്തം ജലസംഭരണ ശേഷിയുടെ 58% ജലം അണക്കെട്ടിലുണ്ട്. പരമാവധി ജലനിരപ്പ് 79.25 മീറ്ററാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയം 70.20 മീറ്റർ ആയിരുന്നു ജലനിരപ്പ്. ഒരാഴ്ചക്കിടയിൽ 2.5 മീറ്റർ ജലനിരപ്പ് ഉയർന്നു. കഴിഞ്ഞ ഒരാഴ്ചയിൽ 250 മില്ലിമീറ്റർ മഴയാണ് പീച്ചി മേഖലയിൽ പെയ്തത്. കനത്ത മഴയിൽ മലവെള്ളം കയറിയ ചാലക്കുടിയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ദുരിതം മാറിയില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ആളുകൾ തുടരുകയാണ്. ചാലക്കുടി പുഴയിലെ വെള്ളിയാഴ്ചയിലെ ജലനിരപ്പ് 5.22 മീറ്ററാണ്. ബുധനാഴ്ച ഇത് 7.34 മീറ്ററിലെത്തിയിരുന്നു. പൊരിങ്ങൽക്കുത്ത് ഡാമിലെ വെള്ളത്തിന്റെ അളവും കുറഞ്ഞിട്ടുണ്ട്. കൂടപ്പുഴ, പരിയാരം, മേലൂർ എന്നിവിടങ്ങളിൽ 76 കുടുംബങ്ങളാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. പാടശേഖരങ്ങളിലെ ഹെക്ടർ കണക്കിന് കാർഷിക വിളകൾ വെള്ളം കയറി നശിച്ചു. പരിയാരം, മേലൂർ, കോട്ടാറ്റ്, മുഞ്ഞേലി പ്രദേശങ്ങളിലെ കർഷകർക്കാണ് ദുരിതം നേരിട്ടത്. ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ച അവധി. ജില്ലയിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ശനിയാഴ്ച ക്ലാസ് വെക്കേണ്ടതില്ലെന്ന് ജില്ലാ കളക്ടർ വിദ്യാഭ്യാസ വകുപ്പിന് നിർദ്ദേശം നൽകി. കല്ലൂർ മാവിൻചൂട്ടിലുള്ള വൈഗ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പും ചേർന്ന് ഹോട്ടൽ അടപ്പിച്ചു. കാവല്ലൂർ ശാസ്താംവളപ്പിൽ കുടുംബക്ഷേത്രത്തിലെ ജീവനക്കാരൻ ഹോട്ടലിൽ നിന്നും വെള്ളയപ്പവും മസാലക്കറിയും വാങ്ങിയിരുന്നു. ഭക്ഷണം കഴിക്കുന്നതിനിടെ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തുകയായിരുന്നു. തൃക്കൂർ പഞ്ചായത്തിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ ഹോട്ടലിൽ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാകം ചെയ്തെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 10,000 രൂപ പിഴ ഈടാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ES ബൈജു, KI ഷിജി, പഞ്ചായത്ത് ഹെഡ് ക്ലർക്ക് AS ഹരികുമാർ എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ സ്വർണ്ണ കിരീടം കാണാതായ സംഭവത്തിൽ പഴയന്നൂർ പോലീസ് കേസെടുത്തു. വിരലടയാള വിദഗ്ധരും പോലീസും ക്ഷേത്രത്തിലെ പണ്ടം സൂക്ഷിക്കുന്ന നിലവറ തുറന്ന് പരിശോധന നടത്തി. പുതിയ ദേവസ്വം ഓഫീസർ ചുമതല ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് പണ്ടം പാത്രം രജിസ്റ്റർ പരിശോധിച്ചപ്പോഴാണ് 15 ഗ്രാം തൂക്കം വരുന്ന കല്ലുകൾ പതിച്ച സ്വർണ്ണ കിരീടം കാണാനില്ലെന്ന് കണ്ടെത്തിയത്. കിരീടം കാണാനില്ലെന്ന് ദേവസ്വം ഓഫീസറായി ചുമതലയേറ്റ സച്ചിന്റെ പരാതിയിൽ ദേവസ്വം വിജിലൻസ് ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയിരുന്നു. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് KP ശ്രീജയന്റെ പരാതിയിലാണ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. ചേറ്റുവ അഴിമുഖത്തു നിന്നും മത്സ്യബന്ധനത്തിന് പോയ തട്ടകത്തമ്മ എന്ന വള്ളത്തിന്റെ എഞ്ചിൻ പ്രവർത്തനം നിലച്ച് കടലിൽ കുടുങ്ങിയ 40 മത്സ്യത്തൊഴിലാളികളെയും കരയിലെത്തിച്ചു. മത്സ്യബന്ധന വള്ളവും തൊഴിലാളികളും കടലിൽ എഞ്ചിൻ നിലച്ച് കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറീസ് സ്റ്റേഷനിലാണ് സന്ദേശം ലഭിച്ചത്. ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ സീമയുടെ നിർദ്ദേശാനുസരണം ഉടൻ തന്നെ രക്ഷാപ്രവർത്തനം നടത്തി. കടലിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിന് ഫിഷറീസ് വകുപ്പിന്റെ 2 ബോട്ടുകൾ മുനയ്ക്കക്കടവിൽ സജ്ജമാണ്. അഴീക്കോട് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന മറൈൻ എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് ഉൾപ്പെട്ട ഫിഷറീസ് സ്റ്റേഷനും പ്രവർത്തിക്കുന്നുണ്ട്. പുതുക്കാട് വളഞ്ഞൂപ്പാടത്ത് വീട്ടിൽ അതിക്രമിച്ചു കയറി കിടപ്പുമുറിക്ക് തീയിട്ട പ്രതി അറസ്റ്റിൽ.
നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ വരന്തരപ്പള്ളി റൊട്ടിപ്പടി സ്വദേശി വെട്ടിയാട്ടിൽ വീട്ടിൽ ശ്രീജിത്താണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് വളഞ്ഞൂപ്പാടം തുടങ്ങിൽ രവിചന്ദ്രന്റെ വീട്ടിൽ ഇയാൾ അതിക്രമിച്ച് കയറിയത്. മദ്യലഹരിയിലായിരുന്ന ഇയാളെ വീട്ടുകാർ മുറിയിൽ പൂട്ടിയിട്ടതിനെ തുടർന്നായിരുന്നു അതിക്രമം. കിടപ്പുമുറിയിലെ AC, അലമാരകൾ, അകത്തെ ബാത്റൂം, ജനൽ ചില്ലുകൾ എന്നിവയെല്ലാം അടിച്ചു തകർത്തു. വീട്ടിൽ നിന്നും 3.5 പവൻ വരുന്ന സ്വർണ്ണമാലയും നഷ്ടപ്പെട്ടതായി പരാതിയുണ്ട്. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പുതുക്കാട് പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു. മുനയ്ക്കക്കടവിൽ ട്രോളിംഗ് നിരോധനം ലംഘിച്ച 3 ഫൈബർ വള്ളങ്ങൾ ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് സംഘം പിടികൂടി. തിരുവനന്തപുരം പൊഴിയൂർ സ്വദേശികളുടെ ഉടമസ്ഥതയിലുള്ള സെന്റ് പോൾ, സാമുവൽ, യഹോവ, ശാലോം എന്നീ മത്സ്യബന്ധന വള്ളങ്ങളാണ് പിടികൂടിയത്. ഇവർക്ക് 85,000 രൂപ പിഴ ചുമത്തി. 3 വള്ളങ്ങളിൽ നിന്നും 800 കിലോ കിളിമീനും 400 കിലോ അരണ മത്സ്യവും കണ്ടെടുത്തു. മത്സ്യം ലേലം ചെയ്ത് 3,43,900 രൂപയും ട്രഷറിയിൽ അടപ്പിച്ചു. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിനിക്കു നേരെ ലൈംഗിക അതിക്രമം നടത്തിയ പെരുമ്പടപ്പ് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. മാറഞ്ചേരി പെരുമ്പടപ്പ് സ്വദേശി അനീഷിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കുന്നംകുളം പുതിയ ബസ് സ്റ്റാൻഡിലെ ശുചിമുറിക്ക് സമീപം നിൽക്കുകയായിരുന്ന വിദ്യാർത്ഥിനിയെ പ്രതി ലൈംഗികമായി ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും ഭീഷണിപ്പെടുത്തിയതായും പറയുന്നു. വിദ്യാർത്ഥിനിയും യാത്രക്കാരും ചേർന്ന് കുന്നംകുളം പോലീസിൽ അറിയിച്ചതിനെ തുടർന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുത്തു. കെട്ടിട നിർമ്മാണ തൊഴിലാളിയെ പ്രതി മദ്യപിച്ചതായി പറയുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മാള KSRTC ബസ് സ്റ്റാൻഡിൽ ഒരാൾക്ക് തെരുവ് നായയുടെ കടിയേറ്റു. പറവൂർ മനയ്ക്കപ്പടി സ്വദേശി കോട്ടയ്ക്കൽ വീട്ടിൽ ലിയോ ജോൺസനാണ് കടിയേറ്റത്. കാലിൽ കടിയേറ്റ ലിയോ ജോൺസൺ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വടക്കാഞ്ചേരിയിൽ തനിച്ച് താമസിച്ചു വന്നിരുന്ന വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. മംഗളവിലാസം പ്രസ് ഉടമ 79 വയസ്സുള്ള കൃഷ്ണൻകുട്ടിയാണ് മരിച്ചത്. കിടപ്പുമുറിയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വടക്കാഞ്ചേരി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ഒരു ഇടവേള കൂടി. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്.
വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് #1 ബ്രോഡ്ബാൻഡ് സർവീസ്. വീണ്ടും വാർത്തകളിലേക്ക്. മാളയിൽ റോഡിനോട് ചേർന്നുള്ള പഴയ കെട്ടിടം അപകടാവസ്ഥയിൽ. ഈ കെട്ടിടത്തിന് താഴെ പലപ്പോഴും ആളുകൾ ഇരിക്കാറുണ്ട്. ഓടുകൾ ഇളകി വീണ അവസ്ഥയിൽ മഴ നനഞ്ഞ് ഭിത്തികൾക്ക് ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. നൂറുകണക്കിന് വാഹനങ്ങളും കാൽനട യാത്രക്കാരും പോകുന്നത് ഈ കെട്ടിടത്തിനോട് ചേർന്നാണ്. കണ്ടാണശ്ശേരിയിൽ പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിഞ്ഞ സംഘടനാ ഭാരവാഹികളിൽ നിന്ന് പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം പിഴ ഈടാക്കി. PACL വെൽഫെയർ സൊസൈറ്റി ഭാരവാഹികൾക്കാണ് പിഴ ചുമത്തിയത്. പുരാവസ്തു വകുപ്പിന്റെ സംരക്ഷണയിലുള്ള മുനിമട പരിസരത്താണ് പ്ലാസ്റ്റിക് കവറിൽ ഭക്ഷണാവശിഷ്ടങ്ങൾ വലിച്ചെറിഞ്ഞതായി കണ്ടെത്തിയത്. സംഘടന കഴിഞ്ഞ ദിവസം തൃശൂർ ടൗൺ ഹാളിൽ നടത്തിയ പരിപാടിയിൽ നിന്നുള്ള മാലിന്യമാണിതെന്ന് ആരോഗ്യ വിഭാഗം കണ്ടെത്തി. ഇതേ തുടർന്ന് സംഘടനാ ഭാരവാഹികൾക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകുകയായിരുന്നു. പെരിഞ്ഞനം കൊറ്റംകുളത്ത് തീപിടുത്തം. കൊറ്റംകുളം കിഴക്ക് കാരണത്ത് ഉണ്ണിയുടെ വീടിനോട് ചേർന്നുള്ള അടുക്കളപ്പുരയിലാണ് തീപിടുത്തമുണ്ടായത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. വീട്ടുകാരും അയൽവാസികളും ചേർന്ന് വെള്ളം പമ്പ് ചെയ്ത് തീ നിയന്ത്രണ വിധേയമാക്കി. ഇരിങ്ങാലക്കുടയിൽ നിന്നും കൊടുങ്ങല്ലൂരിൽ നിന്നുമായി 2 യൂണിറ്റ് ഫയർഫോഴ്സ് എത്തിയാണ് തീ പൂർണ്ണമായും അണച്ചത്. വാഴാനി ഡാമിലെ മത്സ്യത്തൊഴിലാളികളായ 3 പേരുടെ വലകൾ മോഷണം പോയി. ഇതോടെ ഇവരുടെ ഉപജീവന മാർഗവും വഴിമുട്ടി. വാഴാനി ഡാമിലെ അംഗീകൃത മത്സ്യത്തൊഴിലാളികളായ വിജയകൃഷ്ണൻ, വിജീഷ്, അയ്യപ്പൻ എന്നിവരുടെ വലകളാണ് കഴിഞ്ഞ ദിവസം മോഷണം പോയത്. സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും നടന്നിട്ടുണ്ട്. ഉദ്യാനത്തിലെയും മറ്റിടങ്ങളിലെയും ചില സാധനങ്ങൾ മോഷണം പോയിരുന്നു. സാമൂഹ്യവിരുദ്ധരെ തടയാനുള്ള നിരീക്ഷണം ഡാമിലും പരിസരത്തും ഇല്ലാത്തത് മോഷ്ടാക്കൾക്ക് സഹായമാകുന്നുണ്ട്. രാത്രിയാകുന്നതോടെ ഡാമിന്റെ അകത്തും വനപ്രദേശങ്ങളിലും ചിലർ എത്തുന്നതായി നാട്ടുകാർ പറയുന്നു. അനധികൃത മീൻപിടുത്തമോ മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളോ എന്ന് വ്യക്തമല്ലെന്നും പറയുന്നു. വല മോഷണം പോയതോടെ ജീവിതം തകിടം മറിഞ്ഞതായി മീൻപിടുത്തക്കാർ പറഞ്ഞു. നല്ല വിലപിടിപ്പുള്ള വലകളാണ്. ഞങ്ങളുടെ ജീവിതമാർഗ്ഗമാണിത്. മീൻ പിടിക്കാൻ പോകാൻ പറ്റാത്ത കണ്ടീഷനായി വലകൾ പോയ കാരണം. കണ്ടമാനം ആൾക്കാർ ഡാമിൽ വന്ന് കള്ളവലിട്ട് മീൻ പിടിക്കുക. അവരുടെ വല ഞങ്ങൾ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പകരമാണെന്ന് അറിയില്ല. അവർ ഇവിടെ വന്ന് ഞങ്ങളുടെ വലകൾ എല്ലാം കൊണ്ടുപോയി. ടൂറിസവും ഇറിഗേഷനും തമ്മിലുള്ള തല്ലൂട്ടം കാരണം നമുക്കാണ് നഷ്ടം സംഭവിക്കുന്നത്. നമ്മുടെ വലകളും വഞ്ചികൾക്കാണ് കേടുപാടുകൾ സംഭവിക്കുന്നതും മോഷണം പോണതും നമുക്കാണ്. നമ്മുടെ ജീവിതമാർഗ്ഗങ്ങൾക്കാണ് തടസ്സം വരുന്നത്. ഇവിടെ സെക്യൂരിറ്റി ഇല്ലാത്തതാണ് വലിയൊരു ഇത്. വനം വകുപ്പിനും ഡാം അധികൃതർക്കും പോലീസിനും പരാതി നൽകിയിട്ടും നടപടികളൊന്നും ആയില്ലെന്നും ഇവർ പറയുന്നു. TCV വടക്കാഞ്ചേരി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തുള്ള കനാലിൽ മൃതദേഹം കണ്ടെത്തി. ഷൊർണൂരിൽ നിന്നും ഗണേശ്ഗിരിയിലേക്ക് പോകുന്ന റോഡിന്റെ ഭാഗത്തു നിന്നാണ് ഏകദേശം 70 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഷൊർണൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി മെമ്മോറിയൽ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മെറിറ്റ് ഡേ ആഘോഷിച്ചു. നഗരസഭ ടൗൺ ഹാളിൽ നടന്ന പരിപാടി VR സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് PB രഘു അധ്യക്ഷത വഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ TK ഗീത എൻഡോമെന്റ് വിതരണം നിർവഹിച്ചു. ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ LC പോൾ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, കൗൺസിലർ CS സുമേഷ്, SMC ചെയർമാൻ നവാസ് പടുവിയങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. ഔപചാരികമായിട്ട് ഉദ്ഘാടനം നിർവഹിച്ചായിട്ട് വേദിയിൽ പ്രഖ്യാപിക്കുകയാണ്. ഗുരുവായൂർ നഗരസഭയുടെ പ്രഥമ വൈസ് ചെയർമാൻ വീട്ടിക്കിഴി ഗോപാലകൃഷ്ണന്റെ സ്മരണയ്ക്കായി സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ മാധ്യമ പുരസ്കാരം മാധ്യമപ്രവർത്തകൻ റാഫി വലിയകത്തിന് സമ്മാനിച്ചു. മികച്ച പൊതുപ്രവർത്തകനുള്ള പാരിയത്ത് ചിന്നപ്പൻ സ്മാരക പുരസ്കാരം ഗുരുവായൂർ നായർ സമാജം ജനറൽ സെക്രട്ടറി V അച്യുതക്കുറുപ്പും, മികച്ച സഹകാരിക്കുള്ള AP മുഹമ്മദുണ്ണി സ്മാരക പുരസ്കാരം മറ്റം സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ MK അപ്പുവും ഏറ്റുവാങ്ങി. ഗുരുവായൂർ അർബൻ ബാങ്ക് ഹാളിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാര വിതരണവും UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് R രവികുമാർ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ പ്രതിപക്ഷ നേതാവ് KP ഉദയൻ ചികിത്സാ സഹായം വിതരണം ചെയ്തു. നഗരസഭാ പരിധിയിൽ നിന്ന് മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അരവിന്ദൻ പല്ലത്ത്, മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ, CA ഗോപപ്രതാപൻ, AT സ്റ്റീഫൻ, P ഗോപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. കോടാലി മുരുക്കുങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി കുഴിയേലി നഗർണമണയ്ക്കൽ നീലകണ്ഠൻ, മേൽശാന്തി എറന്നൂർ മനയ്ക്കൽ ഹരിനമ്പൂതിരി എന്നിവർ കാർമ്മികത്വം വഹിച്ചു. ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കലും പ്രസാദ ഊട്ടുമുണ്ടായി. പ്രസിഡന്റ് സുമേഷ് മണ്ണാമ്പറമ്പിൽ, സെക്രട്ടറി രഞ്ജിത്ത്, ട്രഷറർ കൃഷ്ണപ്രസാദ്,
എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ മാള യൂണിറ്റ് കൺവെൻഷൻ സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AS പുരുഷോത്തമൻ അധ്യക്ഷനായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം ജോയ് മണ്ഡകത്ത്, S സോമസുന്ദരം, KO ഡേവിസ്, PP പുഷ്പാങ്കദൻ, PS സേതുമാധവൻ തുടങ്ങിയവർ സംസാരിച്ചു. പറപ്പൂർ നാഗത്താൻകാവ് ശ്രീ നാഗരാജ വാസുകി ക്ഷേത്രത്തിൽ ആയില്യപൂജ മഹാനിവേദ്യം ശനിയാഴ്ച നടക്കും. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം രാഹുപൂജയും നാഗപൂജയും നടക്കും. തുടർന്ന് ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ മനയ്ക്കൽ കൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ താന്ത്രിക വിധിപ്രകാരമുള്ള ആയില്യപൂജയും ഉണ്ടാകും. അമ്പഴക്കാട് സെന്റ് തോമസ് ഫൊറോന പള്ളിയിലെ ദുക്രാന തിരുനാളിന് ഞായറാഴ്ച കൊടിയേറും. കൊടിയേറ്റത്തിന് മുന്നോടിയായി ദീപശിഖയ്ക്ക് പള്ളിയിൽ സ്വീകരണം നൽകും. രാവിലെ 10 നടക്കുന്ന തിരുനാൾ ദിവ്യബലിക്ക് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനാകും. തുടർന്ന് പ്രദക്ഷിണം നടക്കും. ഊട്ടുനേർച്ച വിതരണവും ഉണ്ടാകും. വികാരി ഫാദർ ജോസ് അരിക്കാട്ട്, അസിസ്റ്റന്റ് വികാരി ഫാദർ റിജോ എടത്തിരുത്തിക്കാരൻ, PT സേവ്യർ, പ്രവീൺ ആന്റണി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോട്ടപ്പുറം ചെങ്ങഴി നമ്പ്യാർ ബ്രാഹ്മണക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ സമൂഹ ഉപനയനം സംഘടിപ്പിച്ചു. പഴുവൂർ ശ്രീ അയ്യപ്പൻകാവ് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിന് പൂങ്കുന്നം രാമസ്വാമി വാദ്യാർ കാർമ്മികത്വം വഹിച്ചു. സമിതി പ്രസിഡന്റ് KS രാജീവ്, കമ്മിറ്റി അംഗം KT ലക്ഷ്മണൻ എന്നിവർ സഹകാർമ്മികരായി. റോട്ടറി ഇന്റർനാഷണൽ വടക്കാഞ്ചേരിയുടെ ലെനിക്ക് ഒരു വീട് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച വീടിന്റെ താക്കോൽ കൈമാറ്റം തിങ്കളാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റിലപ്പള്ളി താക്കോൽദാനം നിർവഹിക്കും. കൈകാലുകൾ തറന്ന ഓട്ടുപാറയിലെ ലെനിക്ക് റോട്ടറി ക്ലബ്ബും കൊച്ചൗസഫ് ചിറ്റിലപ്പള്ളിയും ചേർന്നാണ് വീട് ഒരുക്കിയത്. ചടങ്ങിൽ തലപ്പള്ളി തഹസീൽദാർ രാജേഷ് മാരാത്ത്, ഡെപ്യൂട്ടി കളക്ടർ ജയന്തി വിൽസൺ എന്നിവർക്ക് അവാർഡുകൾ വിതരണം ചെയ്യും. വാർത്താസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ഹരിഹരൻ, CK ദാസ്, C വിജയൻ എന്നിവർ പങ്കെടുത്തു. വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കുന്നതിനായി കുഴൂർ പഞ്ചായത്തിൽ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ അംഗീകരിച്ച് ചീഫ് എഞ്ചിനീയർ ഉത്തരവായി. ടെൻഡർ അംഗീകരിച്ചതിനാൽ ഇനി കരാർ ഒപ്പിട്ടാൽ ട്രാൻസ്ഫോർമറുകൾ സ്ഥാപിക്കും. ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാത്തത് സംബന്ധിച്ച് TCV നേരത്തെ വാർത്ത നൽകിയിരുന്നു. 13 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കുഴൂർ, തിരുമുക്കുളം, കുണ്ടൂർ, സ്നേഹഗിരി എന്നിവിടങ്ങളിൽ ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായത്. CPI 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനം ജൂലൈ 10 മുതൽ 13 വരെ ഇരിങ്ങാലക്കുടയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഇരിങ്ങാലക്കുട ആദ്യമായാണ് CPI ജില്ലാ സമ്മേളനത്തിന് വേദിയാകുന്നത്. സമ്മേളനത്തിന് മുന്നോടിയായി നിരവധി അനുബന്ധ പരിപാടികൾ ഈ മാസം 29 മുതൽ നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ജൂലൈ 19 വൈകിട്ട് 5 അയ്യങ്കാവ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനം CPI ദേശീയ കൗൺസിൽ അംഗവും റവന്യൂ മന്ത്രിയുമായ K രാജൻ ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 11 ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ രാവിലെ 10 ചേരുന്ന പ്രതിനിധി സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. ജൂലൈ 13 സമ്മേളനം സമാപിക്കും. KK വത്സരാജ്, VS സുനിൽകുമാർ, TK സുധീഷ്, P മണി, NK ഉദയപ്രകാശ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വരന്തരപ്പള്ളി പഞ്ചായത്ത് കുടുംബശ്രീ വാർഷികം KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് വിശിഷ്ടാതിഥിയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CDS ചെയർപേഴ്സൺ ശാരദാകുമാരൻ എന്നിവർ സംസാരിച്ചു. കുട്ടികളിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരസഭ ലഹരിക്കെതിരെ കായിക ലഹരി വണ്ടർ ഗോൾ ക്യാമ്പയിൻ പരിപാടി സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PK ഷെബീർ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ T സോമശേഖരൻ, പ്രിയ സജീഷ്, കൗൺസിലർമാരായ VK സുനിൽകുമാർ, ബിനു പ്രസാദ്, കായിക അധ്യാപകൻ ശ്രീനേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം സൗത്ത് യൂണിറ്റ് കൺവെൻഷൻ CV ഹാളിൽ ചേർന്നു. യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് പ്രസിഡന്റ് MK സുകുമാരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. സൗത്ത് യൂണിറ്റ് പ്രസിഡന്റ് VR അബി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി CG ജോബ്രാജ്, നോർത്ത് യൂണിറ്റ് സെക്രട്ടറി ഡെന്നി ജോബ്, സെൻട്രൽ യൂണിറ്റ് സെക്രട്ടറി മൊയ്തുണ്ണി, സാംസ്കാരിക വേദി കൺവീനർ TC ഗീവർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു.
മുല്ലശ്ശേരിയിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. മുല്ലശ്ശേരി പഞ്ചായത്തും കൃഷിഭവനും മുല്ലശ്ശേരി അന്നകര സർവീസ് സഹകരണ സംഘങ്ങളും സംയുക്തമായാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിക്കുന്നത്. ജൂൺ 27 മുതൽ 30 വരെ 4 ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം MLA മുരളി പെരുന്നെല്ലി നിർവഹിച്ചു. മുല്ലശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ദിൽന ധനേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ നിംബ ഫ്രാങ്കോ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP ആലി തുടങ്ങിയവർ സംസാരിച്ചു. കാർഷിക വിപണന സ്റ്റാളുകൾ, നടീൽ വസ്തുക്കൾ, കാർഷിക യന്ത്രങ്ങൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അലങ്കാര സസ്യങ്ങൾ എന്നിവയുടെ പ്രദർശനവും വിപണനവും ചന്തയിലുണ്ട്. കുടുംബശ്രീയുടെ നാട്ടുചന്തയും കാർഷിക സർവകലാശാലയുടെ വിത്തുവണ്ടിയും ഞാറ്റുവേല ചന്തയുടെ ഭാഗമായി എത്തിയിട്ടുണ്ട്. ആറാട്ടുപുഴ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ആഘോഷിച്ചു. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി വിശേഷാൽ പൂജകളും തൃശൂർ രാമകൃഷ്ണൻ മാസ്റ്ററും സംഘവും അവതരിപ്പിച്ച പഞ്ചരത്ന കീർത്തനാലാപനവും നടന്നു. പ്രസാദ ഊട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിന് പെരുവനം കുട്ടന്മാരാർ നയിച്ച പഞ്ചാരിമേളം അകമ്പടിയായി. തളിക്കുളം പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കുമെതിരെ RMPI തളിക്കുളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. ലോക്കൽ കമ്മിറ്റി പ്രസിഡന്റ് NA സഫീർ അധ്യക്ഷത വഹിച്ചു. മേഖലാ സെക്രട്ടറി KS ബിനോജ് ധർണ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ കമ്മിറ്റി അംഗം VP രഞ്ജിത്ത്, പഞ്ചായത്ത് അംഗങ്ങളായ CK ഷിജി, വിനയം പ്രസാദ്, ലോക്കൽ കമ്മിറ്റി അംഗം MB മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. പെരിങ്ങോട്ടുകര ആവണങ്ങാട്ടിൽ കളരി സർവതോഭദ്രം ഓർഗാനിക്സിന്റെ നേതൃത്വത്തിൽ കർഷകർക്ക് നെൽവിത്തുകൾ വിതരണം ചെയ്തു. അഡ്വക്കേറ്റ് AU രഘുരാമൻ വിത്ത് നൽകി ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് AU ഋഷികേഷ് പണിക്കർ അധ്യക്ഷത വഹിച്ചു. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ഓർഗാനിക് ഫാർമേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ പ്രസിഡന്റ് KP ഇല്യാസ്, പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ KR ശ്രീനി, ജൈവ കർഷകൻ K ലെനീഷ്, അഡ്വക്കേറ്റ് AV രാഹുൽ എന്നിവർ സംസാരിച്ചു. യലവള്ളി പഞ്ചായത്തിൽ ഞാറ്റുവേല ചന്തയ്ക്ക് തുടക്കമായി. മുരളി പെരുന്നെല്ലി MLA ഉദ്ഘാടനം നിർവഹിച്ചു. യലവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് GO ഫോക്സ് അധ്യക്ഷനായിരുന്നു. സെമിനാറുകൾ, കൃഷി അനുഭവ പരിപാടികൾ, കാർഷിക ഉൽപ്പന്ന പ്രദർശനം, നടീൽ വസ്തുക്കളുടെ വിതരണം, ജൈവരാസവളങ്ങൾ, കാർഷിക ഉൽപ്പന്നങ്ങൾ, പച്ചക്കറി വിത്തുകൾ, തൈകൾ, അലങ്കാര ചെടികൾ തുടങ്ങിയവയുടെ സ്റ്റാളുകൾ, കുടുംബശ്രീ ഫുഡ് കോർട്ട് തുടങ്ങിയവ കാർഷിക ചന്തയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിൽ മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു പ്രദീപ്, ജനപ്രതിനിധികളായ KD വിഷ്ണു, NB ജയ, TC മോഹനൻ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മമ്മിയൂർ ക്ഷേത്രത്തിൽ ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ ആരംഭിച്ചു. ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ബാലാലയത്തിലേക്ക് മാറ്റി പ്രതിഷ്ഠിച്ചിരുന്ന ഉപദേവന്മാരുടെ പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളാണ് ആരംഭിച്ചത്. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കല്ലൂർ കൃഷ്ണജിത്ത് നമ്പൂതിരിപ്പാട് ഭഗവാന് ജീവകലശം അഭിഷേകം ചെയ്തു. 30-ന് ഗണപതിയുടെയും ജൂലൈ 2-ന് അയ്യപ്പന്റെയും പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുമെന്ന് ട്രസ്റ്റി ബോർഡ് ചെയർമാൻ GK പ്രകാശൻ അറിയിച്ചു. തിരുവല്ലോമല പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞാറ്റുവേല ചന്തയും കർഷക സഭയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ V രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തിരുവല്ലോമല സഹകരണ ബാങ്ക് പ്രസിഡന്റ് അരവിന്ദാക്ഷൻ നായർ, പഞ്ചായത്ത് അംഗം ബാലകൃഷ്ണൻ, കൃഷി ഓഫീസർ വിവേക് തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നോക്കാം സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,466 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം. സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. കുന്നംകുളത്ത് ഇരുനില കെട്ടിടം തകർന്നു വീണു. സസ്പെൻഷന് വേണ്ടി സർക്കാരിലേക്ക് ശുപാർശ ചെയ്യപ്പെട്ട അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോലിക്കെത്തി. ചാലക്കുടി നഗരസഭയിൽ ഭരണപക്ഷ കൗൺസിലർമാർ കുത്തിയിരിപ്പ് സമരം നടത്തി. അരിമ്പൂരിൽ CPM ലോക്കൽ കമ്മിറ്റി ഓഫീസിൽ ആക്രമണം.
ഇരുനിലകളിലുള്ള കെട്ടിടത്തിന്റെ പൂട്ട് തകർത്തകത്ത് കടന്നാണ് ആക്രമണം നടത്തിയത്. തലോരിൽ ലോറികൾ കൂട്ടിയിടിച്ച് കാൽനട യാത്രക്കാരിയായ സ്ത്രീ മരിച്ചു. തലോർ സ്വദേശിനി ടാലി തോമസ് ആണ് മരിച്ചത്. മകൾ ഉൾപ്പെടെ 3 പേർക്ക് പരിക്ക്. കനത്ത മഴയെ തുടർന്ന് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ചിമ്മിനി ഡാമിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നു വിട്ടു തുടങ്ങി. പീച്ചി ഡാമിന്റെ ഷട്ടറുകൾ ശനിയാഴ്ച തുറക്കും. ശനിയാഴ്ച ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി. കല്ലൂർ മാവിൻചൂട്ടിലുള്ള വൈഗ ഹോട്ടലിൽ നിന്നും വാങ്ങിയ മസാലക്കറിയിൽ തേരട്ടയെ കണ്ടെത്തി. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യവകുപ്പും ചേർന്ന് ഹോട്ടൽ അടപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.